നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. അതിങ്ങനെ വായിക്കുന്നു: വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവ് മരവും കായ്ക്കുന്നില്ലയോ? എങ്കിലും ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. BC 536 പ്രവാസത്തിൽ നിന്നും യെരുശലേമിലേക്ക് തങ്ങളുടെ സ്വദേശത്തേക്ക് മടങ്ങി വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർത്ത ജനങ്ങൾ യെരുശലേമിൽ വന്നതിന് ശേഷം അവർ പൊടുന്നനവേ അവരുടെ സ്വന്തം ഭവനങ്ങളുടെ പണിക്കും സ്വന്തം കളപ്പുരകൾക്കും കൃഷിത്തോട്ടങ്ങളെ വെട്ടിപ്പിടിക്കുന്നതിലും ഉത്സുകരായി ദൈവപ്രവൃത്തിയിൽ നിന്നും അവരെ രക്ഷിച്ചു കൊണ്ടുവന്നതായ പ്രവാസത്തിൽ നിന്ന് അവരെ വിടുതലാക്കി അവരെ സ്വദേശത്തേക്ക് മടക്കുമാറാക്കിയ ദൈവത്തിൻ്റെ മഹാപ്രവൃത്തിയെ ഓർത്തവനെ നിലവിളിച്ച് സ്തുതിച്ച് പാടി ആരാധിക്കുവാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും അവർ പിന്തിരിഞ്ഞുകൊണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടിയും തിരിഞ്ഞ ഒരു ജനം ചില നാളുകൾക്ക് ശേഷം അവരുടെ മുൻപിൽ ഉത്തരം കിട്ടാത്തതായ ചില ചോദ്യങ്ങൾ അവശേഷിച്ചു. ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും ഒരു ഫലമില്ല. വിത്ത് വിതച്ചിട്ടും കളപ്പുരയിൽ കൂട്ടിവെക്കുവാൻ തക്കതായ ഒരു അനുഭവം വിത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. അന്നത്തെ കാലത്ത് അവിടെ കൃഷി ഉണ്ടായിരുന്നത് ഗോതമ്പ്, അരി, യവം തുടങ്ങിയ ചില ചുരുക്കമായ ചില വിത്തുകളാണ് അവരുടെ കൃഷി. അതിനുശേഷം പഴത്തോട്ടങ്ങളാണ് എന്ന് പറഞ്ഞാൽ മുന്തിരിത്തോട്ടം, അത് വലിയ ഫാമുകളാണ്. അതുപോലെ മാതളക്കൃഷി, മാതളപ്പഴത്തിൻ്റെ കൃഷി, ഒലിവ് കൃഷി, അത്തിക്കൃഷി, അതെല്ലാം വലിയ വലിയ ഫാമുകളാണ്, തോട്ടങ്ങളാണ്. എന്നാൽ കൃഷി ചെയ്തിട്ടും അവർ ഉദ്ദേശിച്ചതുപോലെ അല്ല. കാലാവസ്ഥകളൊക്കെ മാറി അവർ പുതിയ അവരുടെ ദേശത്തേക്ക് മടങ്ങി വന്നപ്പോൾ അവരുദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും ഓടുന്നില്ല. പെട്ടെന്ന് അവർക്ക് പരിതാപമായി. കൃഷി ചെയ്തിട്ട് എന്ത് കാര്യം? വിത്ത് വിതയ്ക്കാതെയും വേണ്ടത്ര കൃഷിയിൽ ഉത്സുകരാകാതെയും പരിതാപപ്പെട്ടിരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ വചനങ്ങളുമായി ഹഗ്ഗായി പ്രവാചകൻ അവരെ സന്ദർശിക്കുന്നത്. യഹോവയുടെ പ്രവൃത്തിക്ക് വേണ്ടി അവരെ ഉത്സുകരാക്കി, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ നിനക്ക് സകലതും ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ ദൈവപ്രവൃത്തിയിലേക്ക് അവരെ ഉത്സുകരായി പ്രാഥമികമായി കൊണ്ടുവരുവാൻ ആഹ്വാനം ചെയ്യുന്നതായ ഒരു പുസ്തകമാണ് ഹഗ്ഗായി പ്രവചനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവരോട് പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യം: വിത്ത് ഇപ്പോഴും കളപ്പുരയിൽ കൂട്ടിവെച്ചിരിക്കുകയാണോ? വിതയ്ക്കുന്നില്ലേ? വിതച്ചാലും ഒരു പ്രയോജനവുമില്ലേ? നിങ്ങളുടെ മുന്തിരിവള്ളിയിൽ നിന്നും മുന്തിരിപ്പഴം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ലഭിക്കുന്നില്ലേ? അത്തിവൃക്ഷം, മാതളപ്പഴം, ഒലിവ് മരം എന്നിൽ നിന്നെല്ലാം അനുഭവങ്ങൾ വളരെ പരിമിതമായേ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളുവോ? കാരണം എന്താണ്? എങ്കിലും വിഷമിച്ചിരിക്കുന്ന ജനത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു പ്രത്യാശ ജനിപ്പിക്കുമാറ് അവരെ ദൈവവേലയിലേക്ക് പ്രാഥമികമായിട്ട് കൊണ്ടുവരുവാൻ ഹഗ്ഗായി തൻ്റെ പ്രവചനത്തിൽ കൂടെ അവരെ ആഹ്വാനം ചെയ്തു. അങ്ങനെ ആഹ്വാനം ചെയ്യുന്ന ജനത്തിന് പ്രത്യാശ നിറഞ്ഞതായ ഒരു വാചകം, ദൈവത്തിൽ നിന്ന് ഒരു ആലോചന അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ്: ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ വിത്ത് ഇപ്പോഴും കളപ്പുരയിൽ കൂട്ടിവെച്ചിരിക്കുകയാണ്, അത് ഫലം തരുന്നില്ല. നിങ്ങളുടെ അത്തിത്തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും മാതളത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും ഫലം തരാതെ വിപരീതമായ കാലാവസ്ഥയിൽ തലതിരിഞ്ഞു നിൽക്കുകയാണ്. അത് പുറംതിരിഞ്ഞു. ഉടയവന് വേണ്ട അനുഭവങ്ങൾ കൊടുക്കുന്നില്ല. ചെയ്യുന്ന ബിസിനസ്സുകളും കൃഷികളും എല്ലാം നഷ്ടം. ഉദ്ദേശിച്ചതുപോലെ ലാഭങ്ങളൊന്നുമില്ല. എന്നാൽ ഒരു കാലത്ത് നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിൽ നിന്നെല്ലാം നല്ല അനുഭവങ്ങൾ കിട്ടിയിരുന്നതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. എന്നാൽ നിങ്ങളുടെ ചിന്താഗതിയിൽ അതൊക്കെ പഴയ കാലത്തെ പോലെ തന്നെ വീണ്ടും അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊള്ളും എന്നുള്ളതായ ഒരു ചിന്ത നിങ്ങളെ ഭരിച്ചു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നും നിങ്ങൾ
അതിൽ ഉത്സുകരാകാതെ നിങ്ങളതിൽ ക്ഷീണം കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങളെല്ലാം കുറഞ്ഞുപോയി. നോക്കൂ, പ്രവാചകൻ പറയുന്ന ഒരു വാക്യം, ഇന്ന് മുതൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് വരെയും ദൈവം അനുഗ്രഹിക്കാഞ്ഞത് കൊണ്ടാണ് ഇതിൽ നിന്നെല്ലാം അനുഭവങ്ങൾ കുറഞ്ഞു പോയത് എന്നുള്ളതായ ഒരു അർത്ഥവും ഒരു ചിന്തയും അവർക്ക് ദാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം അനുഗ്രഹിച്ചെങ്കിലേ കൈകളുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. നമ്മൾ പഴയതുപോലെ കാര്യങ്ങൾ കഴിഞ്ഞ വർഷം നടന്നതുപോലെ ഈ വർഷവും നടക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ നമുക്ക് കിട്ടിയ ഒരു ലാഭം ഈ പ്രാവശ്യവും ഉണ്ടാകും എന്നെല്ലാം നമുക്ക് ഒരുപാട് കണക്കൂട്ടലുകളും. എന്നാൽ ഒരു കൃഷിയിന്മേൽ, ഒരു അധ്വാനത്തിന്മേൽ, ഒരു ബിസിനസ്സിന്മേൽ, ഒരു ജോലിയിന്മേൽ ദൈവം തരുന്നതായ അനുഭവം, അനുഗ്രഹം, ദൈവം തരുന്നതായ കടാക്ഷമാണ് അതിന് നമ്മെ ലാഭമുള്ളതാക്കി തീർക്കുന്നത് എന്ന് പ്രവാചകൻ ഇവിടെ പ്രവചിക്കുകയാണ്. ശ്രദ്ധിക്കൂ, ആത്മീകമായി ആ വചനത്തിന്റെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രവചനത്തിൽ പറയുന്നതായ സാധാരണ ഹഗ്ഗായി പ്രവചനത്തിൽ തൻ്റെ പ്രവചനത്തിന്റെ 2 അധ്യായങ്ങളിൽ അനേകം പ്രാവശ്യം, ഏതാണ്ട് 25-ൽ പരം പ്രാവശ്യം യഹോവ അരുളി ചെയ്യുന്നു താൻ പ്രതിവചിച്ചിട്ടുണ്ട്. ദൈവം പറയുന്ന പ്രവചനങ്ങളെല്ലാം അവരുടെ മുൻപിൽ പ്രസന്റേഷൻ ചെയ്യുന്നതിന് ഹഗ്ഗായി പ്രവാചകൻ ചില ഡേറ്റ്, ആണ്ട് ഇതൊക്കെ നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ ആത്മീയരായ പുതിയ നിയമ വിശ്വാസികളോട് ദൈവവചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവിന് ഈ പ്രഭാതത്തിൽ നമ്മുടെ മുൻപിലും ദൈവം ഇന്ന് എന്ന് പറയുന്നതായ ഒരു ദിവസത്തെ നമ്മുടെ മുൻപിൽ പ്രതിഷ്ഠിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നീ ഉദ്ദേശിച്ചതുപോലെ നിന്റെ വണ്ടികൾ ഓടിയില്ല, നിന്റെ ബിസിനസ് നടന്നില്ല, നിന്റെ ജോലി നടന്നില്ല, നീ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നു കിട്ടിയില്ല, ഫലങ്ങളൊന്നും കിട്ടിയില്ല, കിട്ടി എങ്കിലും അല്പമേ ലഭിച്ചുള്ളൂ. എന്നാൽ മുൻകാലങ്ങളിൽ നീ ഒന്ന് ഓർമ്മ വെച്ച് നോക്കുമ്പോൾ ധാരാളം കൊയ്തു, നിന്റെ കളപ്പുരകൾ കൂട്ടിവെച്ചു, ധാരാളം ബിസിനസ് ചെയ്തു. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? പ്രവാചകൻ പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ഇങ്ങനെ താൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ദൈവം ഒരു മനുഷ്യനെ, ഒരു വിഭാഗത്തെ, ഒരു കൂട്ടരെ, ഒരു ജാതിയെ, അല്ലെങ്കിൽ ഒരു ഗോത്രത്തെ, അല്ലെങ്കിൽ ഒരു ദേഹിയെ അവരെ കരങ്ങളിലെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം മരുഭൂമിയിൽ എന്ന പോലെ കഠിനമാക്കരുത്. അപ്പോൾ ഇന്ന് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ദിവസത്തെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ ജനത്തിന് ഒരാണ്ടും തീയതിയും നാഴികയും വിനാഴികയും ഒക്കെ കൽപ്പിച്ചിരുന്നുവെങ്കിൽ അവർക്ക് കൊടുത്തതായ ആണ്ടുകളും നാഴികകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദിവസമായി അത് മാറ്റപ്പെടുകയാണ്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. എന്നാൽ അല്പം കൂടെ നമ്മൾ ദൈവവചനത്തിൻ്റെ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറയുന്നു, അവന്റെ വാക്ക് കേൾക്കുക മാത്രമല്ല, അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കൂ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദിവസത്തെ കുറിച്ചാണ് ദൈവവചനം ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ നമ്മോട് പറയുന്നതെങ്കിൽ, ഇന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യം നീക്കി ദൈവവചനത്തെ കേൾക്കുന്ന ദിവസത്തെ കുറിച്ച് പറയുന്നു. എന്നാൽ ആ കേൾക്കുന്ന ദിവസത്തിൽ അനുഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്നത് അവന്റെ വചനം കേട്ട് അനുസരിക്കുന്ന ഒരു നാഴികയെ കുറിച്ച് പറയുന്നു. അതിനുശേഷം സങ്കീർത്തനം 119-ാം സങ്കീർത്തന്റെ 11-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിച്ച് അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആണ്ടും നാളും നാഴികയും വിനാഴികയും എല്ലാം ദൈവവചനത്തിൽ പല പല അർത്ഥങ്ങളിൽ നമ്മുടെ ഉള്ളിൽ പരിണമിക്കുകയാണ്. അത് ഫലം തരുവാൻ വേണ്ടി നമ്മോട് കൂടെ അത് പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ.
പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ നിനക്ക് പല പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എന്നെ അങ്ങനെ നടത്തി ഇങ്ങനെ നടത്തി, എനിക്ക് അത് കിട്ടി ഇത് കിട്ടി, എന്തെല്ലാം ചെയ്തിട്ടും അങ്ങനെയെല്ലാം പോയിട്ടും ദൈവം എന്നെ അനുഗ്രഹിച്ചില്ലേ, ഈ സീസണിലും എനിക്ക് അതുപോലെ സംഭവിക്കുമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവം അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ അതിന്മേൽ നിനക്ക് ലാഭമായി അതൊക്കെ പരിണമിക്കുകയുള്ളൂ. ഇല്ലായെങ്കിൽ നിന്റെ പ്രവൃത്തികളുടെ മുൻപിലെല്ലാം നഷ്ടങ്ങൾ ഉണ്ടാകും. ദൈവത്തിൽ നിന്നുള്ളതായ അനുഗ്രഹം നിനക്ക് അനിവാര്യമാണ്. ദൈവം അനുഗ്രഹിക്കുമ്പോൾ മാത്രമേ അതിൽ നിന്ന് നിനക്ക് ലാഭകരമായി ഉള്ളതായ ഒരു വരുമാനം ലഭിക്കുകയുള്ളൂ. ഭൗമികമായ അർത്ഥമല്ല, അക്ഷരികമായ അർത്ഥം മാത്രമല്ല, ആത്മീകമായ അർത്ഥത്തിൽ കൂടെയും ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ കൂടെ ചേർന്ന് നമ്മോട് പഠിപ്പിക്കുകയാണ്. എന്താണെന്നറിയാമോ? നാം കേട്ട് അനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം മരുഭൂമിയിലെന്ന പോലെ, മെരീബായിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. കഠിനമല്ലാത്തതായ ഒരു ഹൃദയം, ദൈവത്തിൽ ആദിവാഹത്വമായി വിശ്വസിക്കുന്ന ഒരു ഹൃദയം, വിശ്വസിക്കുന്നവരിൽ കൂടെ ദൈവം മഹാപ്രവർത്തികൾ ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, ദൈവത്തെ അന്വേഷിക്കുക. നോക്കൂ, തിരുവചനം വായിക്കുമ്പോൾ വേദപുസ്തകം നമ്മുടെ കരകളിൽ ഒന്ന് എടുക്കൂ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. അതിങ്ങനെ വായിക്കുന്നത്, അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ വചനം, ഇൻ ദ ബിഗിനിങ് there was God, there is God, there God. ആദിയിൽ വചനം. ആ വചനത്തിന് ശേഷമാണ് സകലതും ഉളവായി വരുന്നത്. എല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും സൃഷ്ടിക്കപ്പെടുന്നതും ആദിയിൽ നമ്മുടെ ഉള്ളിൽ ദൈവമായിരിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി. മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും. എന്താണ് അവൻ്റെ നീതി? അവൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ, നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ, ദൈവത്തിൻ്റെ പ്രവൃത്തികളിലും ദൈവത്തിലുള്ളതായ ആശ്രയത്തിലും മുന്നേറി വരിക. അതിന്മേൽ ദൈവമാണ് നമുക്ക് അനുഗ്രഹം കൊണ്ടുവരുന്നത്. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, നിന്റെ ആഗ്രഹം യഹോവയെ ഭരമേൽപ്പിക്കുക, നിന്റെ ഭാരം യഹോവയെ ഭരമേൽപ്പിക്കുക, നിനക്കുള്ളതെല്ലാം യഹോവയെ ഭരമേൽപ്പിക്കുക. അവൻ നിന്നെ നടത്തും, അവൻ നിന്നെ പുലർത്തും, അവൻ നിന്നെ ശക്തീകരിക്കും, അവൻ നിന്നെ വലിയവനാക്കും, അവൻ നീ ചെയ്യുന്ന പ്രവൃത്തികളുടെ കൈകളുടെ പ്രവൃത്തികളെ അനുഗ്രഹിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ മനോഹരമായ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ തട്ടുമാറും ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ്. നാം ചിന്തിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും, ദൈവവചനം കേട്ടാലും ഇല്ലെങ്കിലും, എന്നിരുന്നാലും അതതിൻ്റെ സമയത്തെല്ലാം നടക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്രായേലെ പ്രവാസത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നതായ ദൈവത്തിൻ്റെ ജനമേ, ദൈവമാണ് നിന്നെ നടത്തുന്നതെങ്കിൽ, ദൈവം തന്നെങ്കിൽ മാത്രമേ നിന്റെ കയ്യിൽ എല്ലാം ഉണ്ടാകുകയുള്ളൂ. ആത്മീകമാണെങ്കിലും ഭൗമികമാണെങ്കിലും വിശ്വാസത്തിൽ വളരുവാൻ, പ്രത്യാശയിൽ വളരുവാൻ ദൈവത്തിൻ്റെ വചനം ശ്രമിക്കണം. നിന്റെ ഭൗമികമായ പ്രവൃത്തികൾ, നിന്റെ കൈകളുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവവചനത്തിൽ മുന്നേറി വരണം. ദൈവത്തിൻ്റെ ശക്തിയിൽ ബലപ്പെടണം, ദൈവത്തിൽ ആശ്രയിക്കണം. ഇതിന്മേൽ അധികാരമുള്ള ഒരു വ്യക്തി വേറെ ഉയരത്തിലുണ്ട്. സകല സൃഷ്ടിയിലും നമ്മുടെ കരങ്ങളുടെ പ്രവൃത്തി, കൈകളുടെ പ്രവൃത്തികളെ, നമ്മുടെ കാലുകളുടെ ചലനങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ, നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടിയെ എല്ലാം ശക്തീകരിക്കാൻ നിയന്ത്രിക്കുന്നവനായ ഒരു ദൈവം ഉയരത്തിലുണ്ട്. അവൻ മുഖേന മാത്രമേ നമുക്ക് എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് മാത്രമേ അവന് വരുമാനം ഉണ്ടാകുകയുള്ളൂ. അപ്പൻ കൊടുക്കുന്നത് മാത്രമേ അവൻ്റെ കയ്യിൽ കാണുകയുള്ളൂ. അപ്പൻ കൊടുക്കാതിരുന്നാൽ അവനൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിലേക്കൊന്ന് കടന്നു വരിക. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നാം വായിച്ചതായ ഭാഗത്തിലേക്കൊന്ന് വരിക. ഹഗ്ഗായി പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുകയാണ്, പരിതപിച്ചിരിക്കുന്നതായ ഇസ്രായേൽ ജനം വിളവുകൾ ലഭിക്കാതെ, ആദായം കിട്ടാതെ, കൃഷിഫലങ്ങൾ അനുഗ്രഹിക്കപ്പെടാതെ, ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും ഓടാതെ, പല പ്രയാസങ്ങളിലും വിഘ്നങ്ങളിലുമായ തടസ്സങ്ങളിലും തട്ടി നിന്നുകൊണ്ട് ഇനി എന്തു ചെയ്യേണ്ടുമെന്ന് പരിതപിക്കുന്നതായ ഇസ്രായേൽ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഹഗ്ഗായിൽ കൂടി ചോദിക്കുകയാണ്, മുന്തിരിവള്ളി ഫലം തരുന്നില്ലയോ? വിത്തുകൾ ഇനിയും കളപ്പുരയിൽ വെച്ചിരിക്കുകയാണോ? മാതളപ്പഴങ്ങളും വിത്തുകളും അല്ലെങ്കിൽ നിന്റെ കായ്കനികളും ആ മുന്തിരിവള്ളിയും ആ ഒലിവ് മരങ്ങളും ഇതൊന്നും നിനക്ക് ഫലം തരുന്നില്ലേ? ലാഭകരമാകുന്നില്ലേ? എങ്കിൽ യഹോവയുടെ അനുഗ്രഹം അതിന്മേൽ ഇല്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു,
ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്ന് മുതൽ നിന്റെ ഹൃദയം കഠിനമാക്കാതിരിക്കുന്ന ദിവസം മുതൽ, ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്ന ദിവസം മുതൽ, ദൈവത്തിന്റെ വചനം നിന്റെ ഉള്ളിൽ സംഗ്രഹിക്കുന്ന ദിവസം മുതൽ അതിന്മേൽ നിനക്ക് പ്രത്യക്ഷമായി ദൈവം വരുന്നതായ അനുഗ്രഹങ്ങൾ കാണുവാൻ കഴിയും. നീ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ ഓടിയൊന്നിരിക്കത്തില്ല. നീ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര സുഗമമായിരിക്കത്തില്ല. പക്ഷെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് നോക്കൂ, ദൈവത്തിന്റെ വചനങ്ങൾ ലഭിച്ചത് ശ്രമിച്ചു നോക്കൂ, നിന്റെ ഹൃദയത്തിന്റെ കാഠിന്യതയെ നീക്കി നോക്കൂ, നീ ദൈവത്തിൽ സമർപ്പിച്ച് നോക്കൂ, നിന്റെ വഴികളെ ഹോമയിൽ പരമേൽപ്പിച്ച് നോക്കൂ. അതിന്മേൽ അധികാരമുള്ളവൻ അതിന്റെ ചാർജ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇതാ ഫലങ്ങൾ ഒഴിവാക്കുന്നവൻ, അതിന്മേൽ അനുഗ്രഹം തരാമെന്ന് നമ്മുടെ വാഗ്ദത്തം ചെയ്തവന്റെ പ്രവൃത്തി നമ്മുടെ പ്രവൃത്തികളിലൊക്കെയും വെളിപ്പെടുന്നതിനിടയായി തീരും. അങ്ങനെയാണ് നീതിമാന്മാർ ഭൂമിയിൽ വാഴുന്നത്, സ്വർഗം കണ്ട് സന്തോഷിക്കുന്നത്. God bless you.